വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ പ്രമുഖ മിമിക്രി സിനിമ അഭിനേതാവ് കലാഭവൻ നവാസ് നമ്മളെ വിട്ടുപോയ വാർത്ത പലരെയും ഒന്ന് ഞെട്ടിച്ചിരിക്കും അല്ലെ? ഈ വാർത്ത ആദ്യം കേട്ട നേരം അദ്ദേഹം ആവരുതേ എന്ന് ചിന്തിച്ച പലരിലും ഒരാളാണ് ഞാൻ. പുതിയ സിനിമകൾ ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും പഴയ സിനിമകൾ കാണാനും ചിരിക്കാനും അത് ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന നമ്മളിൽ കുറേ ആൾക്കാർക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ 90s, 80s, 70s കിഡ്സിനൊക്കെ അദ്ദേഹം വളരെ മറക്കാനാവാത്ത ഒരാൾ തന്നെയാണ്. പാട്ടുപെട്ടി മച്ചാൻ, ജൂനിയർ മാൻഡ്രേക്ക്, വെട്ടം, ചന്ദമാമ ഇത്തരം സിനിമകൾ തന്നെ മതി അദ്ദേഹത്തെ ഒരിക്കലും മറക്കാതിരിക്കാൻ. ഈ അടുത്ത് റിലീസായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന പടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മേക്ക് ഓവറാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വോയിസിലായാലും രൂപത്തിലായാലും ഒക്കെ ഒരുപാട് ചേഞ്ച് വരുത്തി ഇത് അദ്ദേഹം തന്നെയാണോ എന്ന് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ആ സമയത്തൊക്കെ ഞാനടക്കം വരുന്ന ആൾക്കാർ ആലോചിച്ചിട്ടുണ്ടാവും ഒരുപാട് സിനിമകൾ ഇനിയും ചെയ്യുമായിരിക്കും, നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ. പക്ഷേ വിധി അതിനനുവദിച്ചില്ല. നമുക്കറിയാം ഇപ്പോഴും പ്രകമ്പനം എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ചോറ്റാനിക്കരയിൽ എത്തിയ സമയത്തായിരുന്നു അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചത്. കുഴഞ്ഞു വീണുള്ള മരണം ഇന്ന് നമ്മുടെ നാട്ടിലെ ദിനംപ്രതി കൂടിക്കൊണ്ട് വരികയാണല്ലേ. നമുക്കറിയാം ഹൃദയാഘാതം, മസ്തിഷ്കാഘാതം, തലച്ചോറിലെ രക്തസ്രാവം, അപസ്മാരം എന്നീ കാരണങ്ങളാവും മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഈ കുഴഞ്ഞു വീണുള്ള മരണത്തിലേക്ക് നയിക്കുന്നത്. ഇവിടെ പ്രാഥമിക നിഗമനം വഴി ഹൃദയാഘാതമാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഹൃദയാഘാതവും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ മാറിക്കഴിഞ്ഞു. 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരും ഹൈ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നീ ആൾക്കാരും, സിഗരറ്റ്, മദ്യപാനം തുടങ്ങിയ ആൾക്കാരും, പിന്നെ അമിതവണ്ണം, പിന്നെ വ്യായാമം അത് തീരെ ചെയ്യാത്തവരും ഇനി അമിതമായി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഹൃദയാഘാതം വരാനുള്ള ചാൻസ് വളരെ കൂടുതലായി മാറിയിരിക്കുകയാണ്. അമിതമായ വ്യായാമം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ശാരീരിക ക്ഷമതയ്ക്ക് ഉപരിയായി പെട്ടെന്ന് ഒരുപാട് വ്യായാമം ചെയ്യുക, അതായത് പ്രോപ്പർ ആയിട്ടുള്ള വാമപ്പ് എക്സസൈസ് ഒന്നും ചെയ്യാതെ വ്യായാമം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം ജിമ്മിലൊക്കെ ഒരുപാട് ആൾക്കാർ മരിക്കുന്ന സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഫാക്ടേഴ്സാണ്. ഒരാൾക്ക് ഹൃദയാഘാതം വരുന്നതിന് ഒരാഴ്ച മുൻപേ തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു വരുന്നുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതായത് നെഞ്ചിൻ്റെ ഭാഗത്തുള്ള വേദന, ഇടത്തെ ഷോൾഡറും ആ കൈയിനുള്ളിലായിട്ട് വരുന്ന വേദന, ചില സമയത്ത് നമ്മുടെ താടിയിലും ചെവിയിലും അടക്കം വേദന വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വേദന, അതായത് നല്ല തീവ്രതയോടുകൂടി ചില സമയത്ത് വേദന ഉണ്ടാവുകയും പിന്നീട് അത് ഇല്ലാതാവുകയും പിന്നീട് വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മളതിന് ചിലപ്പോൾ ഒരു ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. പിന്നെ വ്യായാമം അല്ല നടത്തം ചെയ്യുമ്പോഴുണ്ടാകുന്ന വേദന, നടക്കുമ്പോൾ വേദന ഉണ്ടാവുക, നല്ല കിതപ്പുണ്ടാവുക, വിയർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാവുന്നതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ കൂടുതൽ മരണത്തിലേക്ക് കലാശിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുഴഞ്ഞു വീഴുന്ന സമയത്ത് ചുറ്റുപാടും ആരും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇദ്ദേഹത്തിന്റെ കാര്യം എടുത്താലും ഇദ്ദേഹം റൂമിനുള്ളിലായിരുന്നു കുഴഞ്ഞു വീണ് കിടക്കുന്നുണ്ടായിട്ടുള്ളത്. അതായത് ചെക്കൗട്ട് ചെയ്യേണ്ട സമയത്തായിട്ട് കൂടി ഇദ്ദേഹത്തെ പുറത്ത് കാണാനിട്ട് ഹോട്ടൽ ജീവനക്കാരൻ വന്ന് നോക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇനിയിപ്പോഴേ ചുറ്റുപാടിലും ആൾക്കാരുണ്ടായാൽ തന്നെ നമുക്കറിയാം ഒരു ആംബുലൻസ് വിളിച്ചതിന് ശേഷവും നമുക്ക് ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു സമയം ഉണ്ടാകും. അതായത് ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ആക്സിഡന്റിന് ശേഷമുള്ള 30 മിനിറ്റുകൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റാത്തത് പലപ്പോഴും ഇത്തരത്തിൽ മരണത്തിലേക്ക് കലാശിക്കുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് നമുക്കറിയാം, അതുപോലെ CPR എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ പ്രാക്ടിക്കലായി അത് എത്രത്തോളം ചെയ്യാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് പ്രോപ്പറായി ചെയ്യേണ്ടതെന്ന് നമുക്ക് പലർക്കും അറിയില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ട് അതെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആവുമെന്ന് പേടിച്ചിട്ട് ഭൂരിഭാഗം ആൾക്കാരും ഒന്നും ചെയ്യാതിരിക്കുന്നവരുമാണ്. ഇദ്ദേഹത്തിനും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് വന്നിട്ടുള്ളത്. ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്തോ അല്ലെ കുഴഞ്ഞു വീണ സമയത്തോ ചുറ്റിലും ആരും ഇല്ലാത്തതിനാലാണ് ഇദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നത്. പൊതുവെ നമുക്ക് ആർക്കും ഒരു മോശം അഭിപ്രായം ഇല്ലാത്തൊരു നടനാണല്ലേ കലാഭവൻ നവാസ് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള കുറച്ച് കഥാപാത്രങ്ങളും തന്നു. പിന്നെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരുപാട് മിമിക്രി പരിപാടികൾ നമ്മൾ TV-യിലൊക്കെ കാണുമായിരുന്നു. അന്ന് ഫോണും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അധികം ഇല്ലാത്ത സമയത്ത് നമ്മളൊക്കെ കണ്ട് ആസ്വദിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റി പറയാനാണെങ്കിൽ നമുക്കറിയാം പ്രമുഖ നാടക സിനിമാ നടനായിട്ടുള്ള അബൂബക്കർ സാറിൻ്റെ മകനാണ്. പിന്നെ മറിമായത്തിലൂടെയൊക്കെ ഒരുപാട് നമ്മുടെ മനസ്സിൽ കയറിയിട്ടുള്ള കലാഭവൻ നിയാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഇദ്ദേഹം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ രഹന, ഇവരും സിനിമ ആക്ട്രസ് തന്നെയാണ്. പേഴ്സണലി നമ്മൾ പറയാനാണെങ്കിൽ നമുക്ക് സിനിമാ നടന്മാരെയോ ഇവരെയൊന്നും പേഴ്സണലി ആരും അറിയില്ല. പക്ഷെ അവർ ചെയ്ത കുറച്ച് കഥാപാത്രങ്ങൾ എന്നും നമ്മുടെ മനസ്സിൽ നിൽക്കും. ഇദ്ദേഹം തന്നെ ഈ 51ാമത്തെ വയസ്സിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരു വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ഇപ്പം നടക്കുന്ന ഈ ഹൃദയാഘാതം, ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കൽ, ഇതിനൊന്നും ഇങ്ങനെ വയസ്സിനൊന്നും ഒരു പ്രാധാന്യവും ഇല്ല. ചെറിയ കുട്ടികൾ മുതൽ ഇത് വന്ന് മരിക്കുന്നവരുണ്ട്. നമുക്ക് ആകെ പറയാനുള്ളത് ഇനിയും ഇത്തരം വാർത്തകൾ നമ്മൾക്ക് കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. അതിനായിട്ട് എല്ലാവരും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, സ്ട്രെസ് മാക്സിമം ഒഴിവാക്കുക. ഇപ്പോഴും നമുക്കറിയാം ശരിയായ ഉറക്കം കിട്ടുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഒന്നാമത് നമ്മൾ പഴയ സ്ഥിതി എന്നൊക്കെ മാറി ഇപ്പം നമ്മുടെ കയ്യിൽ ഫോണും മറ്റു കാര്യങ്ങളിലും ഉണ്ട്. പിന്നെ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ
പകലിനേക്കാളും രാത്രിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ആ ഒരു സമയത്ത് ആക്റ്റീവ് ആവാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ ജോലി കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വന്ന് ഒരു 12-1 മണി വരെ ഫോണിലും നോക്കി പിന്നീട് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഉറക്കത്തിന് നല്ല പ്രശ്നം ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിന് മോശമായിട്ട് ബാധിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മളതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറില്ല. അപ്പോൾ നല്ല ഭക്ഷണം, നല്ല ഉറക്കം, വ്യായാമം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തിട്ട് എല്ലാവരും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇനിയും ഇത്തരം വാർത്തകൾ നമുക്ക് കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. ഞൊടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ചവളരികിൽ വന്നു നിധുവദ